ഹലോ ഗേസ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ 2-3 ദിവസം ഷോർട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, മിന്നാന്ന് നാത്തൂൻ്റെ മോളും മോനും അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ ഗോതമ്പ് ഹൽവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ഓറഞ്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് വർത്താനം പറഞ്ഞു. മഗ്‌രിബിൻ്റെ സമയമൊക്കെ അവർ പോയി. ഇന്നലെ പിന്നെ മോളെ കൊണ്ടുപോകാൻ എൻ്റെ വലിയ സിസ്റ്റർ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ കോട്ടക്കലേക്ക് പോകുന്നുണ്ട്, ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ മോളെ കൊണ്ടുപോകണം, മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കണമെന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ മോള് എൻ്റെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ചെമ്മാട് പോയിട്ടുണ്ടായിരുന്നു, കനറയിൽ പോകാണ്ടായിരുന്നു, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇന്നലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, വീഡിയോ ചെയ്തു. പിന്നെ കപ്സ ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഒരു മഗ്‌രിബിന് ശേഷം ഇക്കൻ്റെ വലിയ മൂത്താപ്പൻ്റെ രണ്ടാമത്തെ മോളും രണ്ടാമത്തെ മരുമകളും അവരെ മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് ഡ്രിങ്ക്സ് കൊടുത്തു, അവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇന്നലത്തെ മെയിൻ പരിപാടി അതൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ മരുമകളും പിന്നെ മൂത്താപ്പാൻ്റെ രണ്ടാമത്തെ മോനും മദ്രാസിലാണ്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ വന്നതാണ്, ഞങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് അവർ പോയി. ഇന്ന് പിന്നെ കിച്ചണിൽ കയറിയിട്ട് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. മോൾക്ക് ഗോതമ്പ് ഇഷ്ടമല്ല, അപ്പോൾ അവൾ ഇന്നില്ലാത്തത് കൊണ്ട് ഗോതമ്പ് ഉപ്പുമാവന്നെ ഉണ്ടാക്കി. പിന്നെ ചോറും വെച്ചു, വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കി, തളേനെ ഫ്രൈ ചെയ്തു. ഇപ്പോൾ ഇന്നും ചപ്പാത്തിയാണ് രാത്രി ഉണ്ടാക്കുക. അപ്പോൾ രാത്രിയിൽ ചപ്പാത്തിക്ക് അധികം ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ അതൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ കിച്ചണൊക്കെ ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ മുറ്റടിച്ച് വാരി വീടൊക്കെ വൃത്തിയാക്കി, ഡ്രസ്സ് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട്, പുറത്ത് അലക്കിയിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് എൻ്റെ വലിയ ബ്രദർ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇത് വീടിരിക്കലിന് തന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ മൈസൂരിൽ പോയിട്ട് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞു. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. എക്സാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഫുഡോളജി ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. മോള് വൈകിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ ഉച്ചക്ക് നാത്തൂൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ട് മോളെ കൊണ്ടുവന്നത് എൻ്റെ ഏട്ടത്തിൻ്റെ മക്കളാണ്. അവരിവിടെ ഉണ്ട്, ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, 2 പേരും ടി വി കാണുന്നത്. ഹാദി, ആമി, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നാ കണ്ടോ. അവർ കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. പിന്നെ ഡ്രസ്സ് അടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അലക്കി. വീട്ടിൽ വെള്ളം തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് ഡ്രസ്സ് അലക്കാൻ കൊണ്ടുവന്നത്. പിന്നെ മോള് മദ്രസയിൽ പോയി. അപ്പോൾ ഇന്നലെ അവർ കോട്ടക്കൽ നെസ്റ്റോലും വേറെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വലിയ സിസ്റ്റർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചപ്പൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മോളെ ഫേവറേറ്റ് കളറാണ് ഈ ഒരു ചപ്പൽ. അപ്പോൾ ഈ ഒരു കളറിൽ ഡ്രസ്സും ഉണ്ട്, ഷോളൊക്കെ ഉണ്ട് അവളെ കയ്യിൽ. എങ്ങനെയുണ്ട്? പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട മോളെ ഫേവറേറ്റ് ഒറിയോ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹലുവയാണ് തോന്നുന്നു, കുറച്ച് ഹലുവയൊക്കെ ഇതിൽ കാണാനുണ്ട്, എന്തൊക്കെ ഉണ്ട്. പിന്നെ കുറേ നട്ട്സ്, ബദാം, പരിപ്പ്, മുന്തിരി എന്തൊക്കെ ഉണ്ട് ഇതിൽ. റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഉണ്ട്, ഇതും കൊടുത്തയച്ചിട്ടുണ്ട്. വലിയ സിസ്റ്റർ ഷോപ്പിങ്ങിന് പോയാൽ കുറേ സാധനങ്ങൾ മേടിക്കും. പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്,
മോളെ ഫേവറേറ്റ് നൂഡിൽസ് ഉണ്ട്. പിന്നെ ഇന്ന് നാത്തൂനും ഉമ്മയും അമ്മാവൻ്റെ മോളെ കുട്ടീനെ കാണാൻ പോയപ്പോൾ അവിടുന്ന് കൊടുത്ത മിഠായിയാണ് കേട്ടത്. പിന്നെ ഒരു സ്റ്റേഫ്രീൻ്റെ ഒരു പാക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോള് മേടിച്ചതാണ് ഇതൊക്കെ. പിന്നെ ഇത് ഞാൻ മിനിഞ്ഞാന്ന് പിന്നെ ചെമ്മാട് പോയപ്പോൾ അവിടുന്ന് ഒരു ഹോം അപ്ലയൻസിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു 4 പീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിതുപോലെ ഈ വുഡൻ ടൈപ്പിലുള്ള പിന്നെ ക്രോക്കറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഇട്ട് വെച്ച് പോരാൻ തോന്നിയില്ല. ഞാൻ അത് മേടിച്ചു. അവിടെ ആകെ ഈ ഒരു 4 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് 4 ഞാൻ മേടിച്ചു. പിന്നെ എൻ്റെ വലിയ സിസ്റ്റർ ഇളച്ചനുണ്ടാവുമല്ലോ, ഹസ്ബൻഡിൻ്റെ അനിയന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മോക്ക് കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഉണ്ട്, ഇതൊരു 4 ഉണ്ട്. പിന്നെ അവരിങ്ങനെ വരുമ്പോൾ മോക്ക് കുറേ മുടിമകുത്തിയൊക്കെ കൊണ്ടുവരും. പിന്നെ മുടിമകുത്തി എനിക്ക് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല, എന്നാലും ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. പക്ഷെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ അവിടെ ഇവിടുത്തെ ഇക്കൻ്റെ ഏട്ടനും കൊണ്ടുവരും, നാത്തൂൻ്റെ മക്കളും കൊണ്ടുവരും. പിന്നെ എൻ്റെ വീട്ടിൽ സിസ്റ്ററായാലും ബ്രദറായാലും പിന്നെ സിസ്റ്റർ ഭർത്താവായാലും അവരൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇഷ്ടംപോലെ മുടിപകുത്തിയും വളയും മാലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതൊന്നും എനിക്കങ്ങനെ എപ്പോഴും മേടിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇന്നിവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്, ഉപയോഗിക്കാറില്ല. അത് വീടിരിക്കലിന് ശേഷം മേടിച്ചതാണ്. വലിയ സിസ്റ്റർ മേടിച്ചെന്നിരുന്ന ഗ്യാസ് സ്റ്റൗവാണ്. അപ്പോൾ ഇതിമ നിറച്ച് പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ സിസ്റ്റർ മക്കൾ വന്നിട്ടുണ്ട്, അവർക്ക് ഹോർലിക്സ് ഉണ്ടാക്കിയതാണ്. ഓവനിൽ കപ്സ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അവർ കപ്സ മതി എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ഹീറ്റാക്കി. പിന്നെ രാത്രി ഹുബുസാണ്, ഹുബുസിൽക്കുള്ള അൽഫാം പേസ്റ്റ് ആക്കി വെച്ചതാണ്. ഇത് 2 മണിക്കൂർ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെ. ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നലത്തെ വിശേഷങ്ങളും മെയിനായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.